ദൈവനാമം ഒത്തുകൊള്ളുമാറാകട്ടെ. യാക്കോബിന്റെ ലേഖനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ചിന്തകളും കഴിഞ്ഞ ആഴ്ച ഒന്നാം അധ്യായത്തിൽ നിന്ന് പല ചിന്തകൾ കേൾക്കുവാൻ ഞാൻ അധികം വന്നിട്ടില്ല. അപ്പോൾ ഒന്നാം അധ്യായം ഞാൻ പഠിച്ച് പക്ഷെ പറയാനായിട്ട് സാധിച്ചില്ല. പക്ഷെ പല ആൻറ്റിമാരുടെയും ഇത് കേൾക്കാനായിട്ട് ഇടയായി. അപ്പോൾ നമ്മൾ രണ്ടാം അധ്യായം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പഠിച്ച അപ്പോൾ ആൻറ്റി പറഞ്ഞ പോലെ ഞാനും എനിക്ക് അങ്ങനെ പഠിക്കാനൊന്നും ഞങ്ങളുടെ ചർച്ചിൽ അത്ര ഇതൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ വന്ന് പലരും ഇത് പറയണത് കേട്ടിട്ടുണ്ട്. അതേ രീതിയിലാണ് എനിക്കും ഒരു സാക്ഷിയായിട്ട് പറയുവാനുള്ളത്. ഇവിടെ വന്നതിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവവചനം എങ്ങനെയാ പഠിക്കേണ്ടത്. നമ്മൾ പോയിട്ട് വചനം വായിക്കുന്നതൊക്കെ ജസ്റ്റ് ഇങ്ങനെ വായിക്കാം, ഇത് അങ്ങനെയാണ് ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ എടുത്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ. പിന്നെ എനിക്കറിയാം അച്ചായന് ഭയങ്കര നിർബന്ധമാണ്, എന്താ പറയാ, പഠിക്കണം. അത് ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ ആളങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെയാണ് പഠിക്കാൻ അറിയാത്തതൊക്കെ ആൾക്കറിയാം, അപ്പം ഇങ്ങനെയൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിപ്പിച്ചു കൊടുക്കും. ആളുടെ ബൈബിൾ കോളേജിൽ കുറേ നോട്ട്സുകളൊക്കെ തന്നിട്ട് ഇതൊക്കെ പഠിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അതായത് സൺഡേ സ്കൂളിൽ എടുക്കുന്ന നോട്ട്സൊക്കെ എനിക്ക് തന്നിട്ട് ഇങ്ങനെയാണ് എടുക്കേണ്ടത്, ക്വയറ്റ് ടൈമൊക്കെ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ പഠിച്ചത് ഞാൻ ഇവിടെ വന്നിട്ടാണ്. പക്ഷെ പലപ്പോഴും വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ദൈവം ആ കുറവൊന്നും ഓർക്കാതെ വേണം എന്നോട് കരുണ കാണിക്കുന്നു. ഇതിൽ വായിക്കുമ്പോ ആരും പെർഫെക്റ്റ് അല്ല, ദൈവസന്നിധി ഓണസ്റ്റ് ആയിട്ടിരിക്കണം. അത് പലപ്പോഴും അച്ചായനോട് പറയാറുണ്ട്. അതുപോലെ ജോൺ കുര്യൻ അങ്കിളിൽ എപ്പോൾ വായിച്ചാലും അത് ആ മെസ്സേജിലുണ്ടാവും. നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് ആവാൻ പറ്റില്ല. ഞാൻ പഠിച്ച കാര്യം എനിക്ക് ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് ഒരു കുറവായിട്ടുണ്ടാവും. എന്നാൽ ദൈവത്തിന്റെ മുൻപ് സത്യസന്ധമായിട്ടിരുന്നാൽ ദൈവം ആ കുറവുകളൊന്നും ഓർക്കില്ല. അത് വചനം പഠിക്കുമ്പോൾ ചില സാഹചര്യത്തിൽ കൂടി ദൈവം എന്നെ പഠിപ്പിക്കുന്നുണ്ട്. ആ രീതിയിൽ പഠിക്കുന്നത് ദൈവനാമോദത്തിനായിട്ട് തീരുവാൻ, എൻ്റെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി തീരുവാൻ നിങ്ങൾ തുടർന്നും പ്രാർത്ഥനയിൽ ഇടയിൽ ഓർക്കണം. ഞാൻ പഠിച്ച രീതി എന്ന് പറയുന്നത് ഒന്നാം അധ്യായത്തിൽ, അതായത് ഈ യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പോൾ കൂടുതലായിട്ട് പ്രാക്ടിക്കലായിട്ടാണ് ആള് പറയുന്നത്. ഇപ്പോൾ ഈ അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു മെയിനായിട്ട് കുറേ ചിന്തകൾ നമുക്ക് ലഭിക്കും. പക്ഷെ അതിൽ ഞാൻ പഠിച്ച രീതി എന്ന് പറയുന്നത്, അതായത് ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ലൈഫ്, ഒരു മെച്യൂർഡ് സ്പിരിച്വൽ ലൈഫ് എങ്ങനെയാണ് ലീഡ് ചെയ്യേണ്ടത്, അതാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഒന്നാം അധ്യായം വായിക്കുമ്പോൾ അതായത് ഒരു ഫുള്ളി മെച്യൂർഡ് ലൈഫ്, അത് തികഞ്ഞവരായി ജീവിക്കണം. അതാണ് ഈ ഇതിൽ നിന്ന് നമുക്ക് പ്രാക്ടിക്കലായിട്ട് കിട്ടുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്. ഈ ഫുള്ളി മെച്യൂർഡ് ലൈഫ്, തികഞ്ഞവരായി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കുക, അത് പിന്നെ ഒരു എന്താ പറയാ ഇൻഫാൻസി, പിന്നെ ചൈൽഡ്ഹുഡ്, പിന്നെ യൂത്ത്, അഡൽട്ട്, പിന്നെ ഓൾഡ് ഏജ്, അങ്ങനെ ഓരോരോ സ്റ്റേജ് ആയിട്ട് കഴിഞ്ഞു പോകും. അപ്പോൾ ഒരു ഓൾഡ് ഏജ് ആകുമ്പോഴാണ് അതൊരു ഫുള്ളി മെച്യൂർഡ്, അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് നമ്മൾ പറയുന്നത്. അതേപോലെയാണ് സ്പിരിച്വൽ ലൈഫിൽ നമ്മൾ ഒരു മെച്യൂരിറ്റി നമുക്ക് ആവശ്യമാണ്. ഒന്നാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അപ്പൊ ഈ യാക്കോബ് പഠിക്കുമ്പോൾ നമുക്ക് തികഞ്ഞവരായി ജീവിക്കണം. എങ്ങനെയാണ് തികഞ്ഞവരായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുക? ഒന്നാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് ചില തിരിച്ചറിവ് ആവശ്യമാണ്. അതായത് നമുക്ക് തികഞ്ഞവരായി ജീവിക്കണമെങ്കിൽ ഒന്നാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു സത്യം എന്ന് പറയുന്നത് നമുക്ക് ചില തിരിച്ചറിവുകൾ ആവശ്യമാണ്. അത് ഞാൻ ഫുള്ള് എടുക്കാനായിട്ട് ആഗ്രഹിക്കില്ല, പക്ഷെ ചില ഇത് മാത്രം ഞാൻ പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ വാക്യത്തിൽ ദാസൻ എന്ന് പറഞ്ഞൊരു പദമുണ്ട്. അപ്പൊ ദാസൻ എന്ന് പറഞ്ഞൊരു തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. പിന്നെ അതിൽ തന്നെ ചിതറിപ്പാർക്കുന്നവരാണെന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ സ്വന്തം ദേശം ഇവിടെ അല്ല, നമ്മൾ പരദേശികളാണ്, നമുക്കൊരു സ്വന്തം ദേശം നമ്മൾ അവിടേക്ക് പോകേണ്ടവരാണെന്ന് പറഞ്ഞ ഒരു ചിന്ത നമ്മളെ ഭരിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു തിരിച്ചറിവ് ഉണ്ടെങ്കിൽ നമുക്ക് തികഞ്ഞവരായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. പിന്നെ സ്വന്തം എന്ന തിരിച്ചറിവ്, ഈ യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പോൾ നമ്മൾ കുറെ മൈ ബിലവഡ് ബ്രദറൻ, എൻ്റെ പ്രിയ സഹോദരന്മാരെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ
കുറെ ആവർത്തിച്ച് വരുന്നുണ്ട്. നമുക്കറിയാം ആവർത്തിച്ച് വരുന്ന പദങ്ങൾക്ക് പ്രത്യേകം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് സ്വന്തം എന്ന തിരിച്ചറിവ്, നമ്മൾ സ്വന്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് സഭ എന്ന് പറയുമ്പോൾ അവിടെയുള്ള എല്ലാവരും കൂട്ടുവിശ്വാസികളൊക്കെ നമ്മളുടെ സ്വന്തം. അപ്പൊ സ്വന്തം എന്ന തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ് ഒരു തികഞ്ഞവരായിട്ട് ജീവിക്കാൻ വേണ്ടി. പിന്നെ നമുക്കറിയാം പരിശോധനകൾ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ പരിശോധനകളെ കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കറിയാം, ആന്റിമാരൊക്കെ പറഞ്ഞതാണ് പരിശോധന നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അതായത് നമ്മുടെ സ്പിരിച്വൽ അതായത് നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ ശോധന ചെയ്യാൻ വേണ്ടിയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് അനുവദിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് ദൈവത്തെ കുറിച്ചുള്ള തിരിച്ചറിവ്, നമ്മുടെ ദൈവം നമ്മൾ പരിശോധിക്കണവനാണ്, അവൻ സർവാധികാരിയാണെന്നൊക്കെ പറഞ്ഞ തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. പിന്നെ 13 തൊട്ട് 17 വായിക്കുമ്പോൾ അത് പരീക്ഷകളെ കുറിച്ചുള്ള, അതായത് ദൈവം അനുവദിക്കുന്നതല്ല. പരീക്ഷകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വീണു പോകുന്നതാണ്, നമ്മുടെ ഫ്ലഷിൽ നിന്ന്, അതായത് നമ്മുടെ ഉള്ളിൽ ജഡത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അത് പരീക്ഷകളെ കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. പിന്നെ വചനത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് തികഞ്ഞവരായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. പിന്നെ യഥാർത്ഥ ഭക്തിയെ കുറിച്ചുള്ള തിരിച്ചറിവ് വേണം. അത് അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അതേക്കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടെങ്കിൽ നമുക്ക് തികഞ്ഞവരായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. ഇതാണ് 1ാം അധ്യായത്തിൽ ഞാൻ പഠിച്ച പാഠങ്ങൾ. 2ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് 2-ന്റെ 4, 8, 11, 12 നമുക്ക് വായിക്കുമ്പോൾ നിങ്ങളുള്ളിൽ പ്രമാണമില്ലാതെ ന്യായഹിതമായി വിധിക്കുന്നുവല്ലോ. പിന്നെ 8ാമത്തെ വാക്യം, പിന്നെ നമ്മൾ 11, 12 അതേപോലെ വായിക്കുന്നുണ്ട്. അവിടെ ഒരു പദം ആവർത്തിച്ച് വരുന്നത് ന്യായപ്രമാണം എന്ന് പറഞ്ഞു. അതായത് ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ അത് ന്യായപ്രമാണം നമുക്ക് ദൈവവചനമായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ തികഞ്ഞവരായിട്ട് ജീവിക്കണമെങ്കിൽ 2ാമത്തെ ഇതെന്ന് പറയുന്നത് നമുക്ക് ദൈവവചനം നമ്മൾ അനുസരിക്കണവരായിട്ട്, ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവവചനം അനുസരിക്കണം. അങ്ങനെ ദൈവവചനം അനുസരിക്കുമ്പോൾ നമുക്ക് തികഞ്ഞവരായിട്ട്, അതായത് മെച്യൂർ ലൈഫ് നമുക്ക് ലീഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ 2ാമത്തെ ഇതായിട്ട് പറയുന്നത് നമ്മൾ ദൈവവചനം അനുസരിക്കണം. അങ്ങനെ ദൈവവചനം നമ്മൾ അനുസരിച്ചാൽ നമുക്ക് തികഞ്ഞവരായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. എന്താണ് അനുസരിക്കേണ്ടത്? അവിടെ 1ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് മുഖപക്ഷം കാണിക്കരുത്. അപ്പൊ മുഖപക്ഷം കാണിക്കരുത് എന്ന് പറഞ്ഞൊരു പ്രമാണം ദൈവം നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ മുഖപക്ഷം കാണിക്കരുത് എന്ന പ്രമാണം നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ അനുസരിക്കണം. നമുക്കറിയാം മുഖപക്ഷം എന്ന് പറഞ്ഞാൽ പാർഷ്യാലിറ്റിയാണ്. അതായത് ഒരു എഴുത്തുകാരൻ്റെ ഒരു രീതിയിൽ നമുക്ക് പറഞ്ഞാൽ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനം ലഭിക്കാനായിട്ട് കാണിക്കുന്ന ഒരു ബുക്കിൽ ഞാൻ വായിച്ചത്. അതായത് നമ്മളിപ്പോ പാർഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് 2 മക്കളുണ്ടെങ്കിൽ നമുക്ക് ഒരാളോട് നല്ലതും മറ്റേയാളോട് മറ്റേയാളോട് നമുക്ക് ഒരു പ്രീതി കിട്ടാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ കാണിക്കുന്നത്. അതാണ് പാർഷ്യാലിറ്റി അല്ലെങ്കിൽ ഫേവറിറ്റിസം അല്ലെങ്കിൽ മുഖപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ മുഖപക്ഷം കാണിക്കാനായിട്ട് പാടില്ല എന്ന പ്രമാണം നമ്മൾ അനുസരിക്കണം. എന്തുകൊണ്ടാണ് അത് കാണിക്കാൻ പാടില്ല? പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഈ 1 തൊട്ട് 13 നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 1ാമത്തെ കാരണം എന്ന് പറയുന്നത് തേജസ് ഉള്ളവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. അപ്പോൾ അവിടെ പറയുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫെയ്ത്ത് ആരിലാണ്? നമ്മുടെ വിശ്വാസം ആരിലാണ്? കർത്താവായ യേശു ക്രിസ്തുവിലാണ്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മുടെ വിശ്വാസം ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് കാണിക്കാൻ പാടില്ല? മുഖപക്ഷം കാണിക്കാനായിട്ട് പാടില്ല. എന്തുകൊണ്ട് അങ്ങനെ നമ്മുടെ ഫെയ്ത്ത് കർത്താവ് യേശു ക്രിസ്തുവിലുള്ളതുകൊണ്ട് നമ്മൾ മുഖപക്ഷം കാണിക്കാൻ പാടില്ല? നമ്മുടെ കർത്താവിന്റെ സവിശേഷതകൾ, ക്യാരക്ടറും അങ്ങനെയാണ്. നമ്മൾ കർത്താവിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ പലതും പഠിക്കാറുണ്ട് അല്ലെ. ഹിസ് ഹോളി ഗോഡ്, അതായത് വിശുദ്ധനാണ്, പിന്നെ നീതിമാനാണ്, സ്നേഹമുള്ള ദൈവമാണ്. അങ്ങനെ നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്. പക്ഷെ ഈ ഒരു ആട്രിബ്യൂട്ട്, കർത്താവിന്റെ ഒരു ആട്രിബ്യൂട്ട് നമ്മൾ അറിയാമായിരിക്കാൻ നമ്മൾ പക്ഷെ കൂടുതലായിട്ട് ചിന്തിക്കില്ല. നമുക്കെല്ലാം അറിഞ്ഞ വാക്യാണ് 2 ക്രോണിക്കൽസ്, അതായത് 2 ദിനവൃത്താന്തം 19:7.
യഹോവയെക്കുറിച്ചുള്ള ഭയം നിങ്ങളിൽ ഇരിക്കട്ടെ. ശ്രദ്ധയോടെ പ്രവർത്തിച്ചുകൊണ്ടും നമ്മുടെ ദൈവമായ യഹോവയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈകൂലിയും ഇല്ലല്ലോ. നമ്മളിവിടെ വായിക്കുന്നത് അതിൽ രണ്ടാമത് മുഖപക്ഷമില്ല. അപ്പൊ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താ? മുഖപക്ഷം. അപ്പോ നമ്മുടെ കർത്താവ്, നമ്മൾ ആരാണ് വിശ്വസിക്കുന്നത്? നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിലാണ് വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മുടെ കർത്താവ് തന്നെ എന്തില്ല? മുഖപക്ഷമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? മുഖപക്ഷം കാണിക്കരുത്. പിന്നെ രണ്ടാമത് അവിടെ വായിക്കുന്നത് രണ്ടിന്റെ, ഇപ്പൊ നമ്മള് ഇത് എടുത്തപ്പോ തന്നെ പല 4 നമ്മൾ വായിച്ചു ന്യായപ്രമാണം എന്ന് പറഞ്ഞു. നമുക്കറിയാം ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ ദൈവവചനം. അപ്പൊ ദൈവവചനം തന്നെ നമ്മളോട് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. നമുക്ക് ന്യായപ്രമാണം തന്നിട്ടുണ്ട്, നമ്മൾ മുഖപക്ഷം കാണിക്കരുത്. അപ്പൊ വചനം നമ്മളിവിടെ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവവചനം അനുസരിക്കണം. എന്നാലാണ് നമ്മളൊരു മെച്യൂർ ആയിട്ടുള്ള ലൈഫ് ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് ദൈവവചനം തന്നെ നൽകിയിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മുഖപക്ഷം കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് നമ്മൾ മുഖപക്ഷം കാണിക്കാനായിട്ട് പാടില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം 2:5 വായിക്കാം. യാക്കോബ് 2:5. കന്യസ്നേഹിതർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാകേണ്ടതിന് തെരഞ്ഞെടുക്കുകയും നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുത്തില്ലയോ. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ മുഖപക്ഷം കാണിക്കാൻ പാടുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നതുകൊണ്ടാണ്. നമുക്കറിയാം 1 കൊരിന്ത്യർ 1:26 തൊട്ട് 31 വരെ വായിക്കുമ്പോൾ സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുകയും ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാർ ഏറെയില്ല, ഹീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും വിശ്വസിക്കാതിരിക്കേണ്ടതിന് തന്നെ നമ്മളോ അവനാൽ യേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഇവിടെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് തെരഞ്ഞെടുത്തത് എങ്ങനെയാ. അതായത് ഒരു വേർപാടില്ലാതെയാണ് ദൈവം നമ്മുടെ അവസ്ഥയൊക്കെ പരിതാപകരമായ അവസ്ഥയാണ്. അപ്പൊ ആ അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. അപ്പോ നമ്മളെ തെരഞ്ഞെടുത്തത് കൊണ്ട് ദൈവം നമ്മളെ ഈ രീതിയിലുള്ളവരാണ് ദൈവം തെരഞ്ഞെടുത്തത്. അപ്പൊ നമ്മളെ ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മുഖപക്ഷം കാണിക്കാനായിട്ട് പാടില്ല. അതായത് നമുക്കറിയാം യവനനൊന്നുമില്ല, യഹൂദനൊന്നുമില്ല. അപ്പൊ ജ്യൂസ് ജെന്റൈൽസ് അവർ തമ്മിലുള്ള ഒരു ഇത് പോലും കാണിക്കാതെയാണ് ദൈവം നമ്മളെ, എല്ലാവരെയാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്. അപ്പോ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് കൊണ്ട് നമ്മൾ എന്ത് കാണിക്കാനായിട്ട് പാടില്ല? മുഖപക്ഷം കാണിക്കാനായിട്ട് പാടില്ല. അവസാനത്തെ 13ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവും ഉണ്ടാകും. കരുണ ന്യായത്തെയും ഇപ്പൊ നമുക്ക് 4ാമതായിട്ട് കാണാൻ കരുണ ലഭിച്ചതിനാൽ. നമുക്കറിയാം കരുണ ലഭിച്ചെന്ന് പറഞ്ഞാൽ നമ്മളോടുള്ള ബന്ധത്തിൽ, രക്ഷയോടുള്ള ബന്ധത്തിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് അർഹിക്കാനുള്ളത് നമുക്ക് നരകം മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് അർഹിക്കാത്ത അർഹിക്കുന്നത് നമുക്ക് തരാണ്ട് അർഹിക്കാത്തത് നമുക്ക് തന്നതാണ് ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത്. അപ്പോ തരാണ്ടിരിക്കുന്നതാണ് കരുണ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാൾ കുറ്റം ചെയ്തു, നമുക്കറിയാം ആൾക്ക് മരണശിക്ഷയാണെങ്കിൽ അത് തരാതെ ഇരിക്കുന്നതിനാണ് കരുണ എന്ന് പറയുന്നത്. നമുക്കറിയാം കരുണ അതൊക്കെ ന്യായത്തിലുള്ളതാണ്. അപ്പൊ ഈ അർഹിക്കാത്തത് തരാതാണ് കരുണ. അപ്പൊ നമുക്ക് ദൈവം കരുണ കാണിച്ചു, നമ്മളോട് ദൈവം കരുണ കാണിച്ചത് കൊണ്ട് നമ്മൾ എന്ത് കാണിക്കാനായിട്ട് പാടില്ല? മുഖപക്ഷം കാണിക്കാനായിട്ട് പാടില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഈ കരുണ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ഈ രീതിയിൽ മുഖപക്ഷം കാണിക്കാതൊക്കെ നമ്മളിവിടെ വായിക്കുന്നുണ്ട്. മുഖപക്ഷം കാണിക്കുന്നത് ഒരു അതായത് യു ആർ കമ്മിറ്റിംഗ് സിൻ എന്നാണ് നമ്മൾ വായിക്കുക. ഇഫ് യു ഷോ പാർഷ്യാലിറ്റി യു ആർ കമ്മിറ്റിംഗ് സിൻ എന്നാണ്. അപ്പൊ നമ്മൾ മുഖപക്ഷം കാണിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ
ഇതായിട്ട് നമ്മൾ കാണിക്കില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ അത് നമുക്കറിയാം. ഇപ്പൊ നമ്മൾ ഉള്ളിൽ ചിന്തിച്ചാൽ പോലും അതെന്താണ്, അത് പാപമാണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ ചിലപ്പോ നമ്മുടെ ഇതിൽ തന്നെ നമുക്ക് അത് വരാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒരാളുടെ പഠിപ്പനുസരിച്ചായിരിക്കും നമ്മൾ ചിലപ്പോൾ അവരോട് പാർഷ്യാലിറ്റി കാണിക്കുന്നത്. ചിലപ്പോൾ അവരുടെ ഡ്രസ്സിങ് സെൻസ് ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ എന്താ പറയാ, അവരുടെ വീടിന്റെ അവർ ചിലപ്പോൾ സമ്പത്തുള്ളവരാണെങ്കിൽ അവരോടൊരു ഇത്, അല്ലെങ്കിൽ അവർ പൈസ ഇല്ലെങ്കിൽ അങ്ങനെ ഇതെല്ലാമാണ് ഇവിടെ യാക്കോബ് പറയുന്നത്. അപ്പോ അങ്ങനെ നമ്മൾ മുഖപക്ഷം കാണിക്കുമ്പോൾ നമ്മൾ കാണിക്കുന്നത് പാവമാണ്. അപ്പോൾ നമ്മൾ ഈ കരുണ കാണിച്ചു എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ചിന്തിക്കണം. നമ്മൾ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ഗോഡ്, അതായത് ന്യായത്തിന് മുൻപ് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ മുഖപക്ഷം കാണിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു ഇതുണ്ടാവും. നമ്മൾ മുഖപക്ഷം കാണിക്കാതെ കരുണ ലഭിച്ചിട്ടുണ്ട്, അപ്പൊ നമ്മൾ മുഖപക്ഷം കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സത്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി നിൽക്കുമ്പോൾ നമുക്ക് പേടിയില്ലാതെ നിൽക്കുവാനും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന പ്രതിഫലം വാങ്ങിക്കുവാൻ വേണ്ടി സന്തോഷത്തോടെ നമുക്ക് നിൽക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ കരുണ ലഭിച്ചത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മുഖപക്ഷം കാണിക്കാനായിട്ട് പാടില്ല. അപ്പൊ ഇവിടെ നമ്മൾ രണ്ടാം അധ്യായം 1 തൊട്ട് 13 വരെ വാക്യം വായിച്ചപ്പോൾ നമുക്ക് ഞാൻ പഠിച്ച രീതി എന്ന് പറയുന്നത് നമുക്ക് തികഞ്ഞവരായിട്ട് ജീവിക്കുവാൻ വേണ്ടിയുള്ള പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ആണ് യാക്കോബ് നമുക്ക് തരുന്നത്. അപ്പൊ തികഞ്ഞവരായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ 1-ാമത്തെ അധ്യായത്തിൽ നിന്ന് വായിച്ചത് ചില തിരിച്ചറിവുകൾ നമുക്ക് ആവശ്യമാണ്. ഇവിടെ നമ്മൾ 1 തൊട്ട് 13 വരെ വാക്യം വായിച്ചപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് ദൈവവചനം അനുസരിക്കുന്നവരായിരിക്കണം. എന്തുകൊണ്ടാണ് അനുസരിക്കേണ്ടത്, അത് എന്താണ് അനുസരിക്കേണ്ടത്, നമ്മൾ മുഖപക്ഷം കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആ പ്രമാണം നമ്മൾ അനുസരിക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് അനുസരിക്കേണ്ടത്, 4 പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന്, നമ്മുടെ വിശ്വാസം കർത്താവിലാണ്. നമ്മുടെ വിശ്വാസം കർത്താവിലാണെന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് എങ്ങനെയുള്ളവനായിരുന്നു നമ്മൾ കണ്ടു. കുറെ വാക്യങ്ങളുണ്ട്, പക്ഷെ ഞാൻ ഡ്യൂട്രിമണിയിലുണ്ട്, മലാക്കിയിലൊക്കെ ഉണ്ട്, നോ പാർഷ്യാലിറ്റി. അപ്പൊ നമ്മുടെ ദൈവം മുഖപക്ഷം കാണിക്കാത്ത ദൈവമാണ്. അപ്പൊ നമ്മൾ എന്ത് കാണിക്കാൻ പാടില്ല, നമ്മുടെ വിശ്വാസം കർത്താവിലുള്ളത് കൊണ്ട് നമ്മൾ മുഖപക്ഷം കാണിക്കാനായിട്ട് പാടില്ല. പിന്നെ രണ്ടാമത് നോക്കിയിട്ട് നമുക്ക് പ്രമാണം തന്നിട്ടുണ്ട്, നമുക്ക് വചനം പറഞ്ഞിട്ടുണ്ട് നമ്മളോട് മുഖപക്ഷം കാണിക്കരുത്, അതുകൊണ്ട് നമ്മൾ കാണിക്കാനായിട്ട് പാടില്ല. മൂന്നാമത് നമ്മളെ തിരഞ്ഞെടുത്തത്, കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തതുകൊണ്ട് ഏതുമില്ലാത്ത അവസ്ഥ, നമ്മൾ വളരെ ദരിദ്രമായ അവസ്ഥയിൽ നിന്നാണ് നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ എന്ത് കാണിക്കാൻ പാടില്ല, മുഖപക്ഷം കാണിക്കാനായിട്ട് പാടില്ല. നാലാമത് നമുക്ക് കരുണ ലഭിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അർഹിക്കുന്ന നരകം തരാതെ ദൈവം നമ്മളോട് കരുണ കാണിച്ചു, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മുഖപക്ഷം കാണിക്കാൻ പാടില്ല. ഈ കാര്യങ്ങളാണ് ഞാൻ ചിന്തിച്ചത്. തുടർന്നും ഈ പഠിക്കുന്ന കാര്യങ്ങൾ അത് ജീവിതത്തിൽ പ്രായോഗികമാക്കി ജീവിക്കുവാൻ പറയുന്ന ദൈവം സഹായിക്കട്ടെ. ദൈവം നാമം ഉൾക്കൊള്ളുമാറാണ്.